ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചാണ് ഈ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നത്. യൗസേപ്പിതാവിന്റെ തിരുനാളാണ് മാർച്ച് 19 യൗസേപ്പിതാവിന്റെ മരണത്തിന്റെ തിരുനാളാണ് മാർച്ച് 19 മെയ് 1 തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളുമാണ്. ഞാൻ പ്രധാനമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയുകയാണ്. 1, വിശുദ്ധ യൗസേപ്പിതാവ് നീതിമാനായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലാണ് യൗസേപ്പിതാവിനെ കുറിച്ച് കൂടുതലായി കാണുക. അവിടെ യൗസേപ്പിതാവിനെ വിശുദ്ധ മത്തായി ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് നീതിമാനായിരുന്നു. ഗ്രീക്കില് ആ സുവിശേഷം വിരചിക്കുമ്പോൾ മത്തായി ശ്ലീഹ ഉപയോഗിച്ച വചനം ഇതാണ്: യൗ പാറ്ററീസ്. യവു എന്ന് പറഞ്ഞാല് ഗുഡ് എന്നാണ്. പാറ്ററീസ് എന്ന് പറഞ്ഞാല് നോബിൾ ബർത്ത്, ഫാദർ ഓഫ് ലാൻഡ്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വ്യക്തിയാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണമോ വേണ്ടയോ, അവൾ ഗർഭിണിയാണ്. ദൈവത്തോട് ആലോചന ചോദിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതം മാലാഖയുടെ വെളിപ്പെടുത്തലിലൂടെ ലഭിച്ചത് യൗസേപ്പിതാവ് സ്വീകരിക്കുകയാണ്. മൂന്നാമത്, സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത യൗസേപ്പിതാവ്. സ്ത്രീകളുടെ മഹത്വം വാനോളം പുകഴ്ത്തുന്ന ഒരു വ്യക്തിയാണ് യൗസേപ്പിതാവ്. 4, കഠിന അധ്വാനിയാണ്. 5, നൽമരണ മധ്യസ്ഥനാണ്. ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സഭയുടെ മധ്യസ്ഥനാണ്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ജീവിത അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. എൻ്റെ വയറിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു 10-12 കൊല്ലം മുമ്പ് ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടേഴ്സും നഴ്സുമാരും വന്നു. എൻ്റെ മുഖഭാഗം മുഴുവനും മറച്ചു കളയുന്ന ഒരു സ്ക്രീൻ വെച്ചു. അതിനുശേഷം ഡോക്ടർ മരയിപ്പൊക്കെ തന്നിട്ട് ലോക്കൽ അനസ്തേസിയ നൽകിയിട്ട് വയറിങ്ങനെ കീറാൻ തുടങ്ങുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ മരിച്ചു പോവുകയാണല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നിൽ അങ്കുരിച്ചു. അറിയാതെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്: ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കടന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്നും വളരെ ഫ്രഷായിട്ട് പച്ചകെടാതെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു വാക്കാണ്: യൗസേപ്പിതാവും മാതാവും ഈശോയും തിരുക്കുടുംബം എൻ്റെ അരികിൽ വന്നു എന്നുള്ള ഒരു വിശ്വാസം. ഞാനിത് പലരോടും പറയാറുണ്ട്. അവരുടെയൊക്കെ ഹൃദയത്തിൽ ശക്തമായി ജ്വലിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥന. ഇത് നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളവരാ. മരണത്തോട് അടുത്ത് കിടക്കുന്ന മനുഷ്യരുടെ അരികിൽ പോയിട്ട് നമ്മൾ വൈദികർ ചൊല്ലിക്കൊടുക്കും, ആളുകൾ ചൊല്ലിക്കൊടുക്കും: ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോയും മറിയവും യൗസേപ്പിതാവും ഓരോരുത്തരുടെയും മരണത്തിന്റെ അവസരത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയുടെ ആരംഭം മുതൽ യൗസേപ്പിതാവിന്റെ ഭക്തിയിലുണ്ടായിരുന്നു. സഭ മുഴുവനും അത് വ്യാപിച്ചിരുന്നു. പ്രധാനപ്പെട്ട 1ാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. നീതിമാനായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് യൗസേപ്പിതാവ് ഒരു നീതിമാനായിരുന്നു. അതുകൊണ്ട് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവള് ഗർഭിണിയാണ്, കല്യാണം നിശ്ചയം കഴിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് രഹസ്യമായിട്ട് മറിയത്തെ ഉപേക്ഷിക്കുവാനായിട്ട് യൗസേപ്പിതാവ് ആലോചിക്കുക. നീതിമാൻ എന്നതിന്
മത്തായി ശ്ലീഹ ഉപയോഗിച്ച വാക്ക് യവു പാറ്റാരിസ്. യവു എന്ന് പറഞ്ഞാൽ ഗുഡ്, നോബിൾ, നല്ലത്. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു നോബിൾ ആയിരിക്കും യവു പാറ്റരീസ്. പാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ ബർത്ത്, ഫാദർലാൻഡ്. നമ്മളൊക്കെ നോബിൾ ബർത്തിലുള്ളവരാ, നല്ല ജന്മത്തിലുള്ളവരാ. നമ്മുടെ ഗവൺമെന്റ് അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ വിവാഹം കഴിക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരും ഒക്കെ അവരുടെ പ്രാർത്ഥനാലയങ്ങളിലാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ ദേവാലയത്തിൽ വെച്ച് വലിയൊരു ശുശ്രൂഷയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നോബിൾ മാനായത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നോബിൾ ആയത് ദാവീദിന്റെ വംശത്തിലും കുലത്തിലും പെട്ട വ്യക്തിയാണ്, സമൂഹത്തിലും പെട്ട വ്യക്തിയാണ് യൗസേ പിതാവ്. അതുകൊണ്ടാണ് യൗസേ പിതാവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നത്. പാറ്ററീസ് എന്ന് പറഞ്ഞാൽ നോബിൾ ബർത്താണ്, ഫാദർലാൻഡ് ആണ്. നമ്മൾ നോബിൾ ബർത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെയാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. ആ ജനനത്തിനൊരർത്ഥമുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടാകുന്നതാ. ജർമിയ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ പറയുന്നില്ലേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകളുടെ പ്രകാശമായി നിന്നെ നിയോഗിച്ചു. അപ്പോൾ നോബിൾ ബർത്തിലാണ് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്. നോബിളാണ്, മോശമായ ജനനമല്ല നമ്മുടേത്. ഒരുപക്ഷെ പാവപ്പെട്ടവരായിരിക്കാം, ധനാഢ്യനായിരിക്കാം. നോബിൾ ബർത്താണ്. യവു ഗുഡാണ്. ആ ഗുഡ് ബർത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഹീബ്രുവില് സെന്റ് ജോസഫിന് പറയുന്ന യൂസെഫ് എന്നാണ്. ഗ്രീക്കിൽ പറയുന്ന ഇയോസെഫ് എന്നാണ്. ഇതിന്റെ അർത്ഥം ഹി വിൽ ആഡ്, കൂട്ടിച്ചേർക്കുന്നു എന്നാണ് യൗസേ പിതാവ്. എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നവനാണ് യൗസേ പിതാവ്. വഴക്കുണ്ടാക്കുന്നവനല്ല യൗസേ പിതാവ്, രക്ഷിക്കുന്നവനാണ് യൗസേ പിതാവ്. കൂട്ടിച്ചേർക്കുക എന്നാണ്. രണ്ടാമത്തെ അർത്ഥം ഗോഡ് വിൽ ആഡ്, ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുന്നു. യൗസേ പിതാവിന്റെ മാധ്യസ്ഥം തേടുമ്പോൾ ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ദൈവത്തോട് ആലോചന ചോദിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് മാരേജ് നടക്കുന്നത്. അവർ വിവാഹിതരാകുന്നതിന് മുമ്പ്, കല്യാണത്തിന്റെ സദ്യകൾ നടക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവൾ വ്യഭിചാരത്തിൽ ജനിച്ചതാണോ, പാപം വഴി ജനിച്ചതാണോ എന്നുള്ള ചിന്ത യൗസേപ്പിലുണ്ടായി. തന്റേതല്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്താൻ ആര് തയ്യാറാകും? അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പ് ആലോചന ചോദിക്കുക. ഈ ആലോചന ചോദിക്കുമ്പോഴാണ് മാലാഖ വരുന്നത്. യൗസേപ്പേ, ജോസഫേ, ഇസോപ്പേ, നീ മടിക്കണ്ട, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്. യൗസേ പിതാവിനാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കുന്നത്. മറിയത്തോട് ദൈവം പറയുന്നുണ്ട്, ഗബ്രിയേൽ മാലാഖ വന്ന് പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവത്തോട് ആലോചന ചോദിക്കുക. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നാടുകളിലൊക്കെ നടക്കുന്ന വിവാഹങ്ങള് ദൈവത്തോട് ആലോചന ചോദിച്ചാണോ? നമുക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചു, ഇങ്ങനെ ആലോചന ചോദിച്ചുള്ള കല്യാണമാണോ? ആലോചിച്ച് തിരഞ്ഞെടുക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ നടക്കാൻ പോകുന്ന കാര്യം, ഒരു വീട് വെക്കാൻ പോകുന്ന കാര്യം, സ്ഥലം വിൽക്കാനുള്ള കാര്യം, കടബാധ്യത മാറ്റാനുള്ള കാര്യം, ദൈവത്തോടുകൂടെ ആലോചന ചോദിക്കുക. അപ്പോഴാണ് ദൈവത്തിന്റെ സന്ദേശങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് മാലാഖ വഴിയായിട്ടോ വചനം വഴിയായിട്ടോ അറിവുള്ളവർ വഴിയായിട്ടോ ലഭിക്കും. അറിവുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ.
എനിക്ക് ഔസേപ്പ് പിതാവിനോട് അങ്ങനെ വലിയ ഭക്തിയുള്ള ഒരാളല്ല. അങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിലാണ് അനുഗ്രഹ എന്ന് പറയുന്ന CMI-കാരുടെ ഒരു സ്ഥാപനം ആലുവായിലുണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്തോ പറഞ്ഞു വരുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന അച്ഛനോട് ഈ കാര്യം, എൻ്റെ കാര്യം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, അച്ഛ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഏത് വിഷമ അവസ്ഥയിലും നമ്മെ സഹായിക്കാൻ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവുണ്ട്. ഔസേപ്പ് പിതാവേ, ഈ കാര്യത്തിൽ അങ്ങൊന്ന് ഇടപെടണമേ, എന്റെ കടബാധ്യത മാറ്റണമേ. ഔസേപ്പ് പിതാവേ, എനിക്കൊരു നല്ല വിവാഹം നടക്കണമേ. ഔസേപ്പ് പിതാവേ, എന്റെ പഠനത്തെ സമർപ്പിക്കുന്നു, നല്ല മാർക്ക് ലഭിക്കണമേ. ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചാല് അത് നടക്കും. കഴിഞ്ഞ 10-12 വർഷമായിട്ട് എന്റെ അനുഭവമാണ്. രോഗികൾ വരുമ്പോൾ പ്രാർത്ഥിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും വന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് അവര് പിരിഞ്ഞിരിക്കുക. ഒരേ വീട്ടില് ചെറുപ്പക്കാരാണ്. ഒരു കൊച്ചുണ്ട് അവർക്ക്. രണ്ടുപേരും എന്തോ ഒരു പ്രത്യേക കാര്യത്തിൽ വഴക്കുണ്ടാക്കി പിരിഞ്ഞു. ആരോ പറഞ്ഞു കേട്ടിട്ട് എന്റെ അരികിലേക്ക് വന്നു. റോസറി ഹെർമിറ്റേജ് എന്ന് പറയുന്ന എന്റെ കൗൺസിലിംഗ് സെന്ററിലേക്ക്, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്നു. ഇവർ വന്ന് അല്പനേരം വർത്താനം പറഞ്ഞു. പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് കൈകൾ കോർത്തു പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് വിവാഹത്തില് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒരുമയോടെ വസിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയേ. എന്റെ മുറിയില് മാതാവിന്റെയും ഈശോയുടെയും ഒക്കെ രൂപങ്ങളുണ്ട്. അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അല്പനേരത്തേക്ക് പുറത്തേക്കൊന്ന് പോയി. തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, 6 വർഷമായിട്ട് പിണങ്ങി കഴിഞ്ഞിരുന്ന അവര് സ്നേഹത്തോടെയായി. അന്ന് രാത്രി വീട്ടിൽ ചെന്ന് രണ്ടുപേരും, ആ ഭാര്യയും ഭർത്താവും ഒരേ കട്ടിലിൽ കിടന്നുറങ്ങി. ഇന്ന് സമാധാനത്തിലേക്ക് വന്ന. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ തകർച്ചയാണെങ്കിലും നമ്മെ സഹായിക്കാനായിട്ട് ഔസേപ്പ് പിതാവുണ്ട്. അതാണ് ഔസേപ്പ് പിതാവിന്റെ മഹത്വം. 1870 പോപ്പ് പയസ് 9 മാർപ്പാപ്പ proclaimed Saint Joseph as the patron saint of Universal Church. ആഗോള സഭയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. നമ്മുടെ കത്തോലിക്ക സഭയിൽ 24 സുജൂറിസ് ചർച്ചുകളുണ്ട്. ഇതിൽ വലിയ സഭയാണ് ലാറ്റിൻ സഭ. ഈ സഭയിലും എല്ലാ സഭകളിലും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യവാനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. മറ്റുള്ള വിശുദ്ധന്മാരൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി സഭ നൽകിയിരിക്കുന്നതാണ്. മെയ് 1-ാം തീയതി തൊഴിലാളി മധ്യസ്ഥന. 1955 വിശുദ്ധ ഔസേപ്പ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു. നമ്മുടെ 3-ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. സ്ത്രീത്വത്തെ മാനിക്കുന്നവൻ. അനുദിനം നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് സ്ത്രീകളെ പീഡിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു, പല കാര്യങ്ങൾ ചെയ്തു, അവരെ കൊലപാതകം നടത്തിയെന്നൊക്കെയാണ്. ഔസേപ്പ് പിതാവ് നമുക്കൊരു മാതൃകയാവുകയാണ്. അവള് ഗർഭിണിയായത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അവളെ അപമാനിക്കാൻ, അതാണ് വചനത്തിൽ ഉപയോഗിക്കുന്നത്, അവളെ അപമാനിക്കാൻ ഔസേപ്പ് പിതാവ് തയ്യാറല്ല. നമ്മളൊക്കെ ഒരു സ്ത്രീകളെ അപമാനിക്കുകയില്ലേ? ചെയ്തതും ചെയ്യാത്തതുമായ തെറ്റുകള് ഇന്നത്തെ കാലത്ത് വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും ചാനലിലൂടെയും അടിച്ചു പരത്തി ജീവിക്കാൻ സാധിക്കാതെ കഴിയുന്ന എത്രയോ സ്ത്രീകളാണ് ഉള്ളത്. നമ്മൾ അപമാനിക്കുന്നവരാണോ? നമ്മുടെ കുഞ്ഞുങ്ങള്, ചെറുപ്പക്കാരികളായ പിള്ളേര്, +1-ഉം +2-നും ഒക്കെ പഠിക്കുന്ന കുട്ടികള് ബസ്സിൽ കയറിയാൽ അവർക്ക് ഇരിക്കാൻ പറ്റുമോ? 50 പൈസ കൊടുത്തിട്ട് നിങ്ങൾ കയറിയതല്ലേ, അവർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാൻ പാടില്ല. നമ്മുടെ ബസ്സുകളിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ഗവൺമെന്റും ഒന്നും കാണുന്നില്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന
പല ഭംഗിയല്ലാത്ത കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റും പോലീസും ഒന്നും കാണുന്നില്ലേ? യൗസേ പിതാവ് മാതൃകയാ. ഹീസ് എ ജെന്റിൽമാൻ, ഹീസ് എ നോബിൾ മാൻ. അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മുടെ അമ്മമാരോട്, നമ്മുടെ സഹോദരികളോട് എത്രമാത്രം ബഹുമാനമുണ്ട്. ഇന്നലെ ഇടുക്കി ജില്ലയിൽ വളരെ അകലെ നിന്നും ഒരമ്മയും മകനും വേറെ ആളുകളുമായിട്ട് വന്നിരിക്കുകയാണ്. നഴ്സിംഗിന് പഠിക്കാൻ പോയതാ. 10 പഠിക്കുമ്പോൾ കഞ്ചാവിന്റെ അടിമയായി, പിന്നീട് വേറെ പഠിക്കാൻ പോയി, അവിടെയെല്ലാം പോയി. ഇപ്പൊ നഴ്സിംഗിന് പോയപ്പോൾ ശക്തമായ മദ്യപാനവും പുകവലിയുമായിട്ടും മാത്രമല്ല, സ്വന്തം മുലപ്പാൽ കൊടുത്ത അമ്മയെ വിളിക്കുന്ന മോശമായ വാക്കുകള് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. അമ്മയെ ബഹുമാനിക്കുന്നവനാണോ നീ? അമ്മയെ സ്നേഹിക്കുന്നവനാണോ നീ? സ്വന്തം പെങ്ങന്മാരെ സ്നേഹിക്കുന്നവനാണോ നീ? യൗസേ പിതാവ് നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ അമ്മമാരെയും സഹോദരങ്ങളെയും പെങ്ങന്മാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ശ്രദ്ധയോടെ അവരെ കൊണ്ടു നടക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം ഈ സമൂഹത്തിന് മുഴുവനുമുണ്ട്. അതിന് ശോഷണം വരുമ്പോഴാണ് നമ്മുടെയൊക്കെ സമൂഹം പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പോയി വീഴുന്നത്. 4ാമത്തെ പോയിന്റ്, കഠിന അധ്വാനിയായിരുന്നു. ഹീസ് എ ഹാർഡ് വർക്ക് മാൻ. ഹോളിലാൻഡിൽ ചെല്ലുമ്പോൾ മറിയത്തിന്റെ മംഗളാവർത്ത് നടന്ന പള്ളിയുണ്ട്. ആ പള്ളിയുടെ വലിയ പള്ളിയാണ്. ആ പള്ളിയുടെ സൈഡിലായിട്ട് ആശാരിപ്പണി നടത്തിയിരുന്ന യൗസേ പിതാവിന്റെ കെട്ടിടം കാണാം. അത്രമാത്രം കഠിന അധ്വാനിയായിരുന്നു. ഒരു കുടുംബം പോറ്റാൻ കഠിന അധ്വാനം ചെയ്യുകയാണ്, ആശാരിപ്പണി ചെയ്യുകയാണ്. യൗസേ പിതാവിന്റെ രൂപത്തോടു കൂടി സാധാരണ വരേണ്ടത് ഒരു സ്ക്വയറാണ്. ആശാരിമാർ ഉപയോഗിക്കുന്ന ഒരു സ്ക്വയർ, അതാണ് യൗസേ പിതാവിന്റെ സിമ്പിള്. ആഗോള സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവാണ് കഠിനാധ്വാനത്തിന്റെ മാതൃക. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഭായിമാരെന്നൊക്കെ പറഞ്ഞ് കൽക്കട്ടയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് പണിയും ചെയ്യാൻ അവർ തയ്യാറായിരിക്കുകയാണ്? ഞാൻ കേട്ടതനുസരിച്ച് പെരുമ്പാവൂരില് എന്തു വിലയ്ക്കും ഭൂമി വാങ്ങാൻ അവർ തയ്യാറായി. ഇന്ന് നമ്മുടെ ബാർബർ ഷോപ്പുകള് അവര് കൈയടക്കി കഴിഞ്ഞു. നമ്മുടെ ജോലികള് അവര് കൈയടക്കി കഴിഞ്ഞു. നമ്മൾ ഹാർഡ് വർക്ക് അല്ല, നമ്മൾ വിദേശത്തേക്ക് പോകാൻ പോവുകയാണ്. വി ആർ നോട്ട് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. ഇന്നത്തെ യുവാക്കന്മാർ ഹാർഡ് വർക്ക് ആണോ? എന്ത് കാര്യമാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തൊന്നും നേടാൻ പറ്റില്ല, വെറുതെ ഇരുന്നാൽ പറ്റില്ല. സിസ്റ്റമാറ്റിക്കലി വി ഹാവ് ടു ഹാർഡ് വർക്ക്, then we have to be success in our life. കഠിനാധ്വാനം, അതാണ് യൗസേ പിതാവ് കാണിച്ചത്. രാപകല് തടിയോട് മല്ലിട്ട് ആ മറിയത്തെ യേശുവിനെയും കൊണ്ടുവരാൻ പരിശ്രമിച്ചു, വളർത്തി. ആ വളർത്തുപിതാവ് പരിശ്രമിച്ചു. കഠിനാധ്വാനം നമ്മിൽ നിന്നും അത് മാറിപ്പോവുകയാ. അതാണ് ഒരു കാര്യം. 5, നൽമരണ മധ്യസ്ഥനാണ് യൗസേ പിതാവ്. സഭ ഔദ്യോഗികമായിട്ട് നൽമരണ മധ്യസ്ഥനായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ യൗസേ പിതാവിനെയാണ്, സെന്റ് ജോസഫിനെയാണ്. ഞങ്ങളുടെ അടുത്ത് ഞാറക്കാടില് സെന്റ് ജോസഫിന്റെ തിരുനാളാണ് 15-16 തീയതികളില്. ആ തിരുനാളിന് ഞാൻ പോകുന്നുണ്ട്. കാരണം ആ പള്ളിയിൽ ദീപബലി അർപ്പിക്കുമ്പോഴും അവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശവസംസ്കാരങ്ങളിൽ പോകുമ്പോഴും പ്രത്യേകമായ ഒരു അനുഭവം എനിക്ക് ലഭിക്കാറുണ്ട്. ആ അനുഭവമാണ് വിശുദ്ധ യൗസേ പിതാവിന്റെ ദേവാലയങ്ങൾ കാണുമ്പോൾ ഞാൻ അവിടെ ചെല്ലും, അവിടുത്തെ ഫോട്ടോ എടുക്കും. അപ്പൊ യൗസേ പിതാവിനോടുള്ള മധ്യസ്ഥം, യൗസേ പിതാവിനോടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും. യൗസേ പിതാവിന്റെ ചിത്രത്തോടുകൂടി ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ലില്ലിപ്പൂക്കളെ സൂചിപ്പിക്കുന്നത് ജീവിത വിശുദ്ധിയുടെ അടയാളമാണ്. സ്ക്വയർ കാണിക്കുന്നത് യൗസേ പിതാവിന്റെ ഹാർഡ് വർക്കാണ്.
ഉണ്ണീശോ കയ്യിലിരിക്കുന്നത് യേശുവും യൗസേപ്പ് പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധമാണ്. ഈ ആഴമായ ബന്ധത്തിലേക്കാണ്, ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. യൗസേപ്പ് പിതാവിനോട് ചോദിച്ചാൽ ഏത് കാര്യവും നടക്കും. എന്റെ യൗസേപ്പ് പിതാവേ, എന്റെ വിവാഹം നടത്തണമേ, എനിക്കൊരു നല്ല ജോലി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, എന്റെ കടബാധ്യത മാറ്റണമേ എന്ന് പറഞ്ഞാൽ ദൈവം അതിനുള്ള വഴികളെ കാണിച്ചു. വി ഹാവ് ടു ഗോ ആൻഡ് വർക്ക് ആൻഡ് ഗെറ്റ്. നമ്മൾ പോവുക, ജോലി ചെയ്യുക, നമുക്ക് ദൈവം യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥതയിലൂടെ ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ യൗസേപ്പ് പിതാവേ, മറിയത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിയുമ്പോൾ മറിയം ഗർഭിണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ, അവളിൽ കുറ്റം ചാരാതെ പോകാൻ പരിശ്രമിച്ചല്ലോ. ദൈവദൂതന്റെ വാക്കുകൾ അങ്ങ് സ്വീകരിച്ചല്ലോ. ഇവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഞങ്ങളുടെ സഹോദരികളും സഹോദരന്മാരും ഗർഭം ധരിക്കുന്നതും ആത്മാവിന്റെ പ്രവർത്തനത്താലാണ്. ആശീർവദിക്കപ്പെട്ട വിവാഹത്തിലൂടെ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആത്മാവിന്റെ പ്രവർത്തനത്തിൽ നോബിൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ, നീതിമാന്റെ ആ വാക്ക് തന്നെ അതാണല്ലോ, നോബിൾ ഗുഡ് മാൻ ആയി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. മറിയത്തെ കാത്തു സംരക്ഷിച്ചതുപോലെ, ഉണ്ണീശയെ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിച്ചതുപോലെ, ഹെറോദസിന്റെ കരങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ. മാർച്ച് 19 നൽമരണ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിന്റെ തിരുനാളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു മരണം തരണമേ. സ്വർഗത്തിൽ മാലാഖമാരോടുകൂടി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിനു വേണ്ടുന്ന മാധ്യസ്ഥ യാചിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി എൻ്റെ മനസ്സിൽ തട്ടിയ വലിയ അനുഭവം ലഭിച്ച വചനം, ഈശോ മറിയം യൗസേപ്പേ, ഞങ്ങളുടെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, CMI. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്, ചെയ്യണം. നിങ്ങൾക്ക് യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം ഉണ്ടാവും. എല്ലാവർക്കും മുൻകൂട്ടി തന്നെ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.